ഈ മോക്ഷം കിട്ടാനായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ഒരു പരിഹാരമാണോ? ഇപ്പം പുതിയതായിട്ടൊരു വാർത്ത വന്നേക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തിരുവണ്ണാമലയിൽ 4 പേര് ആത്മഹത്യ ചെയ്തു, അത് മോക്ഷം കിട്ടാനായിട്ട്. മോക്ഷം കിട്ടുമോ? എന്താണ് സത്യം പറഞ്ഞ ഈ മോക്ഷം? എനിക്കറിയില്ല. മോക്ഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് എത്തുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപമൊക്കെ പൊറുക്കപ്പെട്ട് ദൈവസന്നിധിയിൽ എത്തിപ്പെടുന്നു. അതാണ് മോക്ഷം എന്ന് ഞാൻ കരുതുന്നു. അതാണെങ്കിൽ അതിന് ആത്മഹത്യ ഒരു പരിഹാരമാണോ? അല്ല, നമ്മൾ ദൈവം തന്നൊരു ശരീരമല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളുടേത്. ആ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ അപ്പൊ അത് ദൈവത്തിനോട് ചോദിക്കാതെ നമ്മൾ ആ കൊന്നു കളയുന്നത് തെറ്റല്ലേ? നമ്മൾ സർപ്രൈസ് ആയിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാം എന്നുള്ള പ്ലാൻ ആയിരിക്കില്ലേ അത്? അങ്ങനെയും നമുക്ക് അതിനെ നിർവചിക്കാം. സർപ്രൈസ് അല്ല, ദൈവം ഞങ്ങൾ വന്നിട്ടുണ്ട്, ആ ഒരു ടൈപ്പ് ഓഫ് എൻട്രി ആയിരിക്കാം ചിലപ്പോ അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും ഈ ദൈവവിശ്വാസികളുടെ ഈ മാതിരി മണ്ടത്തരങ്ങൾ വല്ലാതെ കൂടുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇവര് ഏതെങ്കിലും പൂജാരിയുടെ അടുത്ത് അല്ലെങ്കിൽ ഇതോടെ മന്ത്രവാദം ചെയ്യുന്ന ആരുടെങ്കിലും അടുത്ത് പോയിട്ടായിരിക്കുമല്ലോ ഈ ഒരു രീതിയിലേക്ക് എത്തുന്നത്. ഇല്ല, അല്ലാതെ തന്നെ സ്വയം അങ്ങനെ ചിന്തിച്ച് എടുക്കുന്ന എത്ര പേരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതല്ലാതെ ഇപ്പൊ ഈ മന്ത്രവാദീന്റെ അടുത്തും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുടെ നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണുകൊടുത്ത് ഒരു വാർത്ത ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. അയാൾക്ക് സർക്കാർ ജോലി കിട്ടണമായിരുന്നു. അതിനുവേണ്ടി സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം കണ്ണ് ദാനം ചെയ്ത്, ദാനമല്ല കണ്ണ് കുത്തി പൊട്ടിച്ചു, ദൈവത്തിന് വേണ്ടി അർപ്പിക്കുക. എന്തായാലും കണ്ണുപോയി. ദൈവവിശ്വാസികളുടെ വിശ്വാസ പ്രകാരമാണെങ്കിൽ ദൈവം കറക്റ്റ് ഫിറ്റിങ്സ് ഒക്കെ നോക്കി വെച്ചു കൊടുത്ത 2 കണ്ണുകളല്ലേ? അത് പിന്നെ പൊട്ടിച്ചിട്ട് ദൈവത്തിന് തന്നെ നിന്നോട് കൊടുക്കണേൽ പുതിയ കണ്ണ് വെച്ചതാ എന്ന് ദൈവത്തിനോട് പറയാൻ പറ്റത്തില്ലല്ലോ. പുതിയ കണ്ണ് വെച്ച് തരുമോ? ഇതുവരെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിണ്ടോ? എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. അസംഭവ്യമായ കാര്യമാണ്, അസംബന്ധമായ കാര്യവുമാണ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഈ എന്താ പറയാ, ഇത്തരം ആളുകളൊക്കെ തന്നെയാണ് നരബലിയെ പ്രോത്സാഹിപ്പിക്കുന്നതും അല്ലെങ്കിൽ നരബലി വീണ്ടും നടക്കാൻ ഇടയാക്കുന്നതും ഒക്കെ. ഇത്തരം ആളുകളും അവരുടെ പൊട്ട ചിന്താഗതികളും ഒക്കെ തന്നെയാണ്, മണ്ടൻ ചിന്താഗതികൾ. ഈ മണ്ടൻ ചിന്താഗതികൾ പേര് നടക്കാൻ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്. ഇതിപ്പോ നടന്നിരിക്കുന്നത് 90കളിലോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ ഒന്നുമല്ല. ഇത് ഇന്നോ ഇന്നലെയോ ആയിട്ട് സംഭവിച്ച കാര്യമാണ് നമ്മൾ ഈ സംസാരിച്ച് തുടങ്ങുന്നത്. അത് ഈ 2025 ടെക്നോളജി ഒക്കെ ഇത്രയും ഡെവലപ്പ് ആയ കാലത്തും ഇതിനൊന്നും ഇനിയും ഒരു മാറ്റം വരുത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന കുറെ മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. ഇത് മറ്റേ എന്താണ് ചങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ടെക്നോളജി ഒക്കെ ഒരു സൈഡിൽ കൂടിയാ പോകുന്നത്. യെസ്, ഇവരുടെ അടുത്ത് കൂടെ ഒന്നും അല്ല പോണത് ടെക്നോളജി. അല്ലെങ്കിൽ ഇവർ അതിന് തൊട്ടടുത്തല്ല ജീവിക്കുന്നത്. അവർ ഒരുപാട് മാറി. അവര് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. അവര് ഇപ്പോഴും ദൈവത്തിന്റെ അടുത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം പിടിച്ച് മടിയിലിരുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മോക്ഷത്തിന് വേണ്ടി സ്വയം ആത്മഹത്യ ചെയ്യുന്ന ആളുകളാണ്. ഒന്ന് ചിന്തിച്ചാൽ പോരെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പോഴും ജീവിതത്തിൽ ഒന്നും ചെയ്യാതിരുന്ന എനിക്കെല്ലാം ദൈവം തരുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ചോറ് ഒന്ന് കിടന്നുറങ്ങാം എന്നുള്ളൊരു തിയറിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അത് എന്താ പറയാ, അത് ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ അധ്വാനിച്ചാലല്ലാതെ ഒരു കുട്ടിക്കാലം തൊട്ടേ ഇവരെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം പരീക്ഷയ്ക്ക് പോകുമ്പം ഒന്നും പഠിക്കാതെ പോകും, ദൈവം എന്നെ പരീക്ഷ ജയിപ്പിക്കുന്നു പറഞ്ഞ്. അത് മാത്രമല്ല, ഇതിന് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇടയ്ക്ക് വെച്ച് സോഷ്യൽ മീഡിയ ട്രെൻഡായ ഒരു കാര്യമാണ് മറ്റേ ഒരു പത്രമില്ലേ, കൃപാസനം പത്രം. ഞങ്ങൾ കൃപാസനം പത്രം വായിച്ചു, അതുകൊണ്ട് ഞങ്ങൾ 2 പേരും പരീക്ഷയ്ക്ക് A ഗ്രേഡോട് പാസ്സായി. അത് ജസ്റ്റ് പാസ്സല്ല, A ഗ്രേഡോട് പാസ്സായി. അപ്പൊ ഇവരെല്ലാം സമൂഹത്തിന് കൊടുക്കുന്ന എന്തായിരിക്കും, അവര് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ആശയം അത് തെറ്റായിട്ടുള്ള ഒരു ആശയമല്ലേ? തെറ്റായിട്ടുള്ള ആശയമാണ്. ഇത് വിശ്വസിക്കാൻ ഒരു പറ്റം ആളുകളുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തോടെയാണ് ഈ കൃപാസനത്തെ പടച്ചുവിടുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ ഇത് ആരും മൈൻഡ് ചെയ്യൂല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ കൊണ്ടേ അവതരിപ്പിക്കൂലല്ലോ. നാണം കെട്ട് പോരേണ്ടി വരും എന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് വരും. ഇത് ഇപ്പൊ രാഹുലിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രാഹുലെ കൃപാസനം വൈകി, നാളെ പ്രശ്നമൊക്കെ സോൾവ് ആവും, വണ്ടിന്റെ EMI തീരും, അടുത്ത കാർ എടുക്കാനുള്ള വകുപ്പാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ എന്ത് ചെയ്യും? എന്നെ പുച്ഛിച്ച് ഊക്കി. നമ്മളിത് സർക്കാസൻ രീതിയിൽ അവതരിപ്പിക്കുക. കൃപാസനം പത്രം വായിച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാം കിട്ടും, നമ്മൾ സർക്കാസൻ രീതിയിൽ അവതരിപ്പിക്കുക. പക്ഷേ ഇത് അണുവിട തെറ്റാതെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ അതിന്റെ ഒരു വലിയ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളുടെ വീക്ക് പോയിന്റ് ഒരു കൂട്ടം ആളുകൾ
അതിന് കീഴ്പ്പെടുന്നത് അവരുടെ വീക്ക് പോയിന്റ്സിലായിരിക്കും എന്നാണ് ഞാൻ അതിനെപ്പറ്റി പലതവണ ചിന്തിച്ചിട്ടുണ്ട്. ഞാനൊരു ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാൻ ആ ഒരു കാര്യത്തിനോട്. പക്ഷെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പം വല്ല രോഗമോ അല്ലെങ്കിൽ വല്ല അങ്ങനത്തെ എന്തെങ്കിലും പ്രയാസം നേരിടുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അതിൽ വിശ്വസിച്ച് പോയേക്കാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അത്താണിക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കണ്ടാലും അതിലൊരു വിശ്വാസം തോന്നിപ്പോ, അല്ലെങ്കിൽ നമുക്ക് ഇവർ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ പ്രഥമമായ കാര്യം. അതിന് എന്തും ചെയ്യാം. ചിലപ്പോൾ നാളെ ചിലപ്പോൾ അങ്ങനെ ഒരു ആവശ്യം എനിക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എനിക്ക് വന്നു വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഞാൻ ചിലപ്പോൾ നാളെ മറ്റേ ഐശ്വര്യമണി യന്ത്രം വാങ്ങി ഞാൻ വീട്ടിൽ വെച്ചേക്കാം. അത് ചിലപ്പോൾ അത് പൈസ വരാനുള്ള, ചിലപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവരുടെ രോഗം ഭേദമാവാൻ ചിലപ്പോൾ വല്ല തൈലം ആരെയും വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി അത് വാങ്ങുമായിരിക്കാം. എനിക്ക് ഉറപ്പില്ല, എന്നാലും എനിക്ക് തോന്നുകയാണ് ചിലപ്പോൾ ഞാൻ അതിന് വിധേയമാക്കപ്പെട്ടേക്കാം. കാരണം ഒരു പറ്റം ആളുകൾ അവരുടെ വീക്ക് പോയിന്റ്സിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അകപ്പെടുന്നത് അല്ല അടിമപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എല്ലാം പെട്ടെന്ന് പറ്റിക്കാം. ദൈവം ഇവരെല്ലാം സംരക്ഷിക്കുന്ന ഒറ്റൊരു ആശയം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരതിൽ വിശ്വസിച്ച് നടക്കുന്ന ഒരു സമൂഹം ആളുകൾ ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെയും കൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിന്റെ മാർക്കറ്റ് ഒരിക്കലും ഇടിയുന്നില്ല എന്നുള്ളത്. അത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തെളിയിക്കും വിധത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ. മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കും. എന്താണ് മോക്ഷം എന്നുള്ളത് എന്താണ് ആളുകൾ ഏറ്റവും ആത്യന്തികമായി മനസ്സിലാക്കാത്തത്? നമുക്ക് ജീവിച്ചിരുന്നു കൊണ്ട് തന്നെ മോക്ഷം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൂടെ? അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അങ്ങനെ ഒരുപാട് സന്യാസിമാരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എന്താ പറയാ, അവരുടെ ജീവിതത്തിലെ ബാധ്യതകളൊക്കെ തീർന്നവരോ അല്ലെങ്കിൽ അതല്ല എൻ്റെ ജീവിതം ഇതാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു ആത്മീയമായ പാതയിലേക്ക് തിരിഞ്ഞ്, അതല്ലെങ്കിൽ വളരെ ശാന്തമായ സമാധാനം തേടി പോകുന്നവർ അതിന് അനുസരിച്ചുള്ള ഒരു അന്തരീക്ഷത്തിൽ എത്തിപ്പെടുകയും അവിടുന്ന് അവർ മാനസികമായി അതിന് തയ്യാറെടുക്കുകയും എന്നിട്ട് അവർക്ക് സ്വയം അവർ മോക്ഷത്തിലെത്തി അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി ലഭിച്ചു എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് അവർ തന്നെ അവരെ എത്തിക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതൊക്കെ എത്രയോ നല്ല മാർഗങ്ങളല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, അറ്റ്ലീസ്റ്റ് ഈ പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ TV കാണുക, വാർത്ത കാണുക, ബുദ്ധി ഉദിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞ ആളുകളുമായിട്ട് ഇത്തരം ഇടുങ്ങിയ എന്താ പറയാ ചിന്തകളൊക്കെ മാറി കുറച്ചും കൂടെ ബ്രോഡാവും നമ്മുടെ ചിന്ത. അല്ലെ, എൻ്റെ ഒരു ഇതനുസരിച്ച് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു പറ്റിക്കുന്ന ഒരു കൂട്ടം എപ്പോഴും ഇവരുടെ ഇടയിലുണ്ട്. ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ആരെങ്കിലും ഒരാളെ കയ്യിൽ കിട്ടാൻ വേണ്ടി, എന്നിട്ട് ഇവരെ വെച്ചുകൊണ്ട് ഇവർ കാശുണ്ടാക്കും. ആ രീതി ഇപ്പോഴും ഉണ്ട്. ഇവര് നല്ല ഇപ്പം പലരും ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുകൂട്ട് നല്ല രീതിയിൽ വിശ്വാസപരമായിട്ട് ഒന്നിനോടും ഒരു ആസക്തി ഇല്ലാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ അടുത്തൊന്നും ഇവർ പോകത്തില്ല. 20,000, 50,000, 1 ലക്ഷമൊക്കെ കൊടുത്ത് ഇവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാം എന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുക്കുന്നതാണ് ഭൂരിപക്ഷം ആളുകളും. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ മറ്റേ ജിന്നുമ്മയുടെ കാര്യം പറയുമ്പോൾ തന്നെ അവിടെ അയാൾ പോയെന്ന് വെച്ചാൽ അയാൾക്ക് കൂടുതൽ പൈസ വേണം, അങ്ങനെയാണ് ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇതേ ആശയം തന്നെയാണ് ട്രാൻസ് എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ നേരത്തെ ഈ രോഗത്തിന്റെ കാര്യം അല്ലെങ്കിൽ ആളുകളുടെ വീക്ക് പോയിന്റ്സിലായിരിക്കും ഇവർ ഇതിന് അടിമപ്പെടുക എന്ന് ഞാൻ പറയാൻ കാര്യം തന്നെ അതാണ്. അതിനകത്ത് വിനായകൻ ചെയ്തൊരു ക്യാരക്ടർ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ മകൾക്ക് വയ്യാതായ സമയത്താണ് അല്ലെങ്കിൽ മകൾ മരണത്തോട് മല്ലിടുന്നത് കണ്ട് സഹിക്കാൻ പറ്റായിട്ടാണ് അവസാനം അദ്ദേഹം ഇതിൽ വിശ്വസിക്കുന്നത്. അവര് പറയുന്ന ആ ഒരു മരുന്ന് വാങ്ങി കുഞ്ഞിന് ഉപയോഗിക്കാൻ തയ്യാറാവുന്നത് അതുകൊണ്ടാണ്. അല്ലാത്ത ആ ഒരു പറ്റത്തെയും ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതല്ലാതെ ഇവരുടെ മറ്റേ എന്താ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, അതിന് വന്നിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ തുള്ളിച്ചാടുന്ന ആളുകളെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും ഇത്തരം ഒരു സമൂഹത്തെ വളരെ എന്താ പറയാ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് ആ സിനിമയിൽ എന്നുള്ളതാ. എന്തെന്നായാലും ഈ മോക്ഷം തേടി അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുക, കണ്ണുത്തി പൊട്ടിക്കുക, അല്ലെങ്കിൽ നരബലി നടത്തുക, ഇതൊക്കെ വെറും മണ്ടത്തരമാണെന്നാണ്. ഇതിപ്പോ നമ്മളിവിടെ ഇരുന്ന് ഘോരഘോരം പ്രസംഗിച്ചിട്ട് കാര്യമില്ലെന്നല്ല, ഇനിയുള്ളവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അതൊരു എന്താ പറയാ റൈറ്റ് വേ ആയിട്ട് ചൂസ് ചെയ്യാം. മരിച്ചവർ എന്തായാലും ഇത് അറിയാൻ പോണില്ല, അവർക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്ക്.